ഹായ് ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ ലൈവിൽ അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞത് ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയോ ദ്രോഹിക്കാനും വേണ്ടിയോ ഒന്നുമല്ല. പിന്നെ ഞാനും മനുഷ്യനാണ് എന്ന് പറഞ്ഞതിനും ഈ എന്താ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. ആരെയും എന്തോന്നൊക്കെ ചെയ്തിട്ടും ഞാൻ ഇതുവരെ ആരെയും കുറ്റപ്പെടുത്തി പറയാനോ ഒന്നിനും ഞാൻ ചെന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ ആളാരാന്നോ എന്താന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ എന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഉപദ്രവിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുക? സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ? പിന്നെ സ്വിഗ്ഗിയിൽ ഓടുന്നവരാരും അംബാനി ആവാനും വേണ്ടി ഓടുകയല്ല. അന്നന്നത്തെ ജീവിതമെങ്കിലും കഴിഞ്ഞുകൂടാൻ വേണ്ടിയിട്ടാണ് എവിടെയായാലും ജോലിക്ക് പോകുന്നത്. അല്ലാതെ ലക്ഷങ്ങളൊന്നും കിട്ടുമൊന്നുമില്ലല്ലോ ഇതിലൊരു ദിവസം ഓടിയെന്നും പറഞ്ഞുകൊണ്ട്. എൻ്റെ അടുത്ത് ഒരാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, എനിക്ക് ഈ ജോലി ഉള്ളതിൻ്റെ അഹങ്കാരമാണ്, ഈ ജോലി ചെയ്ത് ജീവിക്കാന്നുള്ളതിൻ്റെ തൻ്റെ ഇടം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നതെന്ന്. പിറ്റേന്ന് തന്നെ ഒരു ജോലി പോയി. ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ ആരാമം ഹോട്ടലിൽ ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ദിവസത്തേക്ക്. അപ്പോഴേക്കും എൻ്റെ ഇത് കഴിയുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അത്രയ്ക്ക് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് കൂട്ടിയിട്ട് ഞാൻ അങ്ങനെ ആത്മഹത്യ ചെയ്യാനോ അതിനോ ഇതിനോ ഒന്നും നടക്കുന്നതല്ല. പക്ഷേ എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എന്നെക്കൊണ്ട് മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ അനാഥരായിപ്പോവും. ഇപ്പോൾ ഈ കാണിക്കുന്നത് സിമ്പതിയോ സാധാപോ ഒന്നും എൻ്റെ മക്കളെ അടുത്ത് പിന്നാരും കാണിക്കണമെന്നില്ല. കാരണം അമ്മയും അച്ഛനും ഇല്ലാത്തതിൻ്റെ വേദന നല്ലോണം അറിഞ്ഞു വളർന്നതാണ് ഞാൻ. വീണ്ടും ആ സാഹചര്യം എൻ്റെ മക്കൾക്ക് ഉണ്ടാവരുത് എന്ന് ഓർത്തിട്ടാണ് ഞാൻ വീണ്ടും എല്ലാം ക്ഷമിക്കുന്നത്. പക്ഷേ ഇനിയെങ്കിലും എന്നെ വെറുതെ വിട്ടേക്കാം, അത്രയേ ഉള്ളൂ ഇവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനായിട്ട്.